ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ കർക്കിടകം 1 അല്ലേ. അപ്പോൾ നമ്മുടെ കർക്കിടക മലയാള മാസം ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഗായ്സ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. പിന്നെ അറിയുന്നവരാണെങ്കിൽ ചെയ്യാൻ മടിക്കുന്നവരുണ്ട്, അവർക്കും വേണ്ടി വീഡിയോകളോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഗായ്സ് ഞാൻ പറയാൻ പോകുന്നത്. ഗായ്സ് അപ്പോൾ നമ്മുടെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ ഈ മാസത്തിൽ എന്ത് ചെയ്താലും നമ്മുടെ ശരീരത്തിലേക്ക് കറക്റ്റായിട്ട് പിടിക്കും, അത് 1 ഇയർ നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പം നമ്മൾ കർക്കിടക മാസത്തിൽ 10 ഇലകൾ മസ്റ്റായിട്ട് കഴിക്കണം. പിന്നെ കർക്കിടക മാസത്തിൽ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞില്ല, നമ്മുടെ രാമായണ മാസം കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കർക്കിടക കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ അവരെ കാണണ്ട, ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എന്ത് ഇതാ നോക്കി വിളിക്കണം. ഗായ്സ് അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ 10 ഇലകൾ പച്ചക്കറി മീൻസ് പച്ചിലകൾ നമ്മൾ 10 ഇലകൾ നമ്മൾ മസ്റ്റായിട്ടും കറി വെച്ച് കഴിക്കണം. പല അതായത് ഇപ്പോൾ ചീര പല ടൈപ്പ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതും നമ്മൾ മിതാഹാരമായിരിക്കണം. ഫുഡ് വലിച്ചു വാരി നമ്മൾ കഴിക്കരുത്. കാരണം ഫുഡ് എപ്പോഴും നമ്മൾ മരുന്നിനെ പോലെയാണ് നമ്മൾ ഫുഡിനെ കാണേണ്ടത്. അല്ലാതെ ഫുഡ് വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരുന്നിനെ നമ്മൾ ഫുഡായിട്ട് കഴിക്കേണ്ടി വരും, ഓർക്കുക. അപ്പോൾ ഗായ്സ് അതുപോലെ തന്നെ നമ്മൾ എണ്ണ തേച്ചൊക്കെ കുളിക്കുന്നത് നമ്മൾ കർക്കിടക മാസത്തിലാണ്. അതൊക്കെ എന്തുകൊണ്ടും നമ്മുടെ ശരീരത്തിനെ യൗവനത്തിൽ നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം തരുന്നതാണ്. അതേപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ, സൂര്യ നമസ്കാരം, എക്സസൈസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കർക്കിടക മാസത്തിൽ മസ്റ്റായിട്ട് ചെയ്യണം. അത് അങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മറക്കാതെ ചെയ്യണം. നമ്മുടെ ശരീരമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാലാണ് എല്ലാം മുന്നോട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.